ഇന്ന് ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ലോഡഡ് ഫ്രൈസ് ആണ്. അതിനായിട്ട് ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടി, ടർമറിക്, പെപ്പർ, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ വയ്ക്കാം. മൈദ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട് ഇവ ചേർത്തിട്ട് ഒരു മിക്സ് തയ്യാറാക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ കോട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മൈദ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക. അതിനുശേഷം അതിലെ പൊടികളെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ആദ്യം മൈദ മിക്സിയിൽ കോട്ട് ചെയ്യുക, വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, വീണ്ടും മൈദ മിക്സിയിൽ കോട്ട് ചെയ്തതിന് ശേഷം അതിലെ പൊടികളെല്ലാം നന്നായിട്ട് തട്ടിക്കളയുക. എന്നിട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാകും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 2 കിലോ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി നല്ല തണുത്ത വെള്ളത്തിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, വിനാഗിരി, പൊട്ടറ്റോ ഇതെല്ലാം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് മതിയാകും, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. അതിനുശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ പൊട്ടറ്റോസ് എല്ലാം നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് റെഡിയാകും. ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് പൊട്ടറ്റോ ഫ്രൈസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു സോസും കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും മൈനീസും കൂടി ആഡ് ചെയ്തിട്ടുള്ള സോസാണിത്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു 5 സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു 10 to 20 മിനിറ്റ്സ് ഓവനിൽ ബേക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെഡിയാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.